بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രത്യേക നിയമവശങ്ങൾ, നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതായ റിവായത്തു ഹഫ്സിൻ അൻ ആസിം റഹിമഹുമല്ലാഹ്, ഇമാം ആസിമിൻ്റെ ഖിറാഅത്തിന് ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ റിവായത്തു ഹഫ്സിൽ പ്രത്യേകമായിട്ടുള്ള ചില പദങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അവയുടെ ഉച്ചാരണം, അവയുടെ പ്രത്യേക രീതിയിലുള്ള പാരായണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ഒരു പദം നമ്മൾ പഠിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. സൂറത്ത് ഫുസ്സിലത്തിലെ ആജമിയുൻ എന്ന പദത്തിൽ രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ഇന്ന് അതേപോലെ ശ്രദ്ധിക്കേണ്ടതായ ഒരു പദമാണ് സൂറത്ത് ഹൂദ് 41-ാമത്തെ വചനത്തിലെ وقال اركبوا فيها بسم الله مجريها ومرساها. ഇതിൽ മജ്രേഹ എന്ന പദം എന്തുകൊണ്ടാണ് ഇങ്ങനെ മജ്രേഹ എന്ന് പാരായണം ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പായി നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്, പരിശുദ്ധ ഖുർആനിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു അസ്ല സ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യമാണ് അൽ ഇമാലത്ത് ചെയ്യുക എന്നത്. ഈ പദങ്ങൾ, ഈ പേരുകൾ നമ്മൾ ഓർത്തു വെക്കുക. കഴിഞ്ഞ സൂറത്ത് ഫുസ്സിലത്തിൽ തസ്ഹീലാണ്, ഹംസയെ തസ്ഹീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതും അസ്ല സ്ഥാപിതമായ പല ഖിറാഅത്തുകളിലും തസ്ഹീൽ ധാരാളമായിട്ടുള്ള പദങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ വന്ന പദങ്ങളിൽ തസ്ഹീൽ ചെയ്യുന്നത് നാം സൂചിപ്പിച്ചു. അതേപോലെ തന്നെ ഇമാലത്ത് പല ഖിറാഅത്തുകളിലും നമുക്ക് അസ്ല് സ്ഥിരപ്പെട്ട ഒരു കാര്യമായി കാണുവാൻ സാധിക്കുന്നതാണ്. ആ ഇമാലത്ത് എന്താണ്? ഇമാലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇമാലത്തു ലുഗതൻ അത്തഅ്വീജു മിൻ അമൽതു റുംഹ വനഹ്വഹു ഇദാ അവജ്തഹു. ഇങ്ങനെ നേരെയുള്ള ഒന്നിനെ വളക്കുക അല്ലെങ്കിൽ ചായ്ക്കുക, ഇതൊക്കെയാണ് ഭാഷയിൽ ഇമാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൽ ഇൻഹിന എന്ന് പറഞ്ഞങ്ങനെ കുനിയുക അല്ലെങ്കിൽ ചായുക. മിൻ അമാല ഫുലാനുൻ ളഹ്റഹു ഇദാ അഹ്നാഹു എന്ന് പറയുന്ന ഒരാൾ അയാളുടെ മുതുക് ഇങ്ങനെ ഇമാലത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ താഴോട്ട് കുനിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്തിലാഹൻ, ഇവിടെ സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് തഖ്രീബുൽ ഫത്ഹതി മിനൽ കസ്റ, ഫത്ഹയെ കസ്റയിലേക്ക്, അകാരത്തെ ഇകാരത്തിലേക്ക് അടുപ്പിക്കുക. വൽ അലിഫി മിനൽ യാ, അലിഫിനെ യായിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക, തഖ്രീബ് ചെയ്യുക. മിൻ ഗൈരി ഖൽബിൻ ഖാലിസ്, പൂർണ്ണമായും അതിനെ ഖൽബ് ചെയ്ത് മാറ്റി മറിക്കാതെ. വല ഇഷ്ബാഇൻ മുബാലഗിൻ ഫീഹി, അതുമല്ലെങ്കിൽ പൂർണ്ണമായും ഇഷ്ബാഅ് ചെയ്ത് നേരെ ഉച്ചരിക്കുകയല്ലാതെ, അതായത് രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ഒരു ശബ്ദത്തിലേക്ക് അതിനെ കൊണ്ടുവരിക. ഔ യുഖാൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം,
هي النطق بالألف الممالة بين الألف والياء الصحيحتين ശരിയായിട്ടുള്ള സഹീഹത്തായ രണ്ട് അലിഫ് യാ എന്നതിനിടയിലുള്ള ചെരിവോടുകൂടിയുള്ള ഒരു അലിഫിനെ ഉച്ചരിക്കുക. وتكون في رواية حفص في كلمة واحدة ഹഫ്സിൻ്റെ റിവായത്തിൽ അത് ഒരൊറ്റ പദത്തിൽ മാത്രമാണ്. ഹിയ ഖൗലുഹു തആല മജ്രേഹ, ഹൂദ് 41-ാമത്തെ മജ്രേഹ എന്ന പദത്തിലുള്ള ആ ഒരു അലിഫ് മാത്രം. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇമാലത്ത് സ്ഥിരപ്പെട്ടിട്ടുള്ള പല ഖിറാഅത്തുകളും ഉണ്ടെന്ന് സൂചിപ്പിച്ചു. ഇവിടെ ഈ പദത്തിൻ്റെ അടിസ്ഥാനം അലിഫ് തന്നെയാണ്. മജ്റാഹ എന്നാണ്. മജ്റാഹ എന്നതിൽ അലിഫ് മഖ്സൂറ എന്നാണ് പറയുക. അസ്ല് യാ ആയിട്ടുള്ളതായ അലിഫ്, അസ്ല് അതിൻ്റെ അടിസ്ഥാനം യാ ആണ്. അങ്ങനെയുള്ള അലിഫുകൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്, അറബി ഭാഷയിലുണ്ട്. ആ അലിഫിന് വ്യാകരണ നിയമപ്രകാരം, അടിസ്ഥാന ഭാഷാ നിയമപ്രകാരം അതിൻ്റെ പേര് പറയുക അലിഫ് മഖ്സൂർ അല്ലെങ്കിൽ മഖ്സൂറ എന്നാണ്. ഈ മഖ്സൂറായ അലിഫിനെയാണ് അതിൻ്റെ അസ്ലിലേക്ക് സൂചിപ്പിക്കും വിധം ചായ്ച്ചുകൊണ്ട് ചരിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നത്. ഇതുപോലെ വദ്ദുഹേ എന്നുച്ചരിക്കുന്നത് പോലെ സബ്ബിഹിസ്മ റബ്ബികൽ അഅ്ലേ الذي خلق فسوي والذي قدر فهدي والنجم إذا هوي ما ضل صاحبكم وما غوي എന്നൊക്കെ ഓതുന്നത് പോലെ ഈ അലിഫുകളുടെ അടിസ്ഥാനം. അതുപോലെ ഇദാ ജാഅ നസ്റുല്ലാഹി, അവിടെയും അലിഫിൻ്റെ അസ്ല് യാ ആയതിനാൽ ജാഇലെ അലിഫിനെ ജാഅ എന്നോതുന്ന ഖിറാഅത്തുണ്ട്. ഇപ്രകാരം ഇമാലത്ത് അസ്ല് സ്ഥാപിതമായിട്ടുള്ള ധാരാളം ഖിറാഅത്തുകൾ ഉണ്ട്, പല ഖിറാഅത്തുകളുമുണ്ട്, ധാരാളം പദങ്ങൾ ആ ഖിറാഅത്തുകളിലുണ്ട്. എന്നാൽ നമ്മുടെ റിവായത്തിൽ ഈ ഒരൊറ്റ പദത്തിൽ മാത്രമാണ് ഇമാലത്തുള്ളത് എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇമാലത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇമാല രണ്ട് രൂപത്തിലുണ്ട് യഥാർത്ഥത്തിൽ. അൽ ഇമാലത്തുൽ കുബ്ര വൽ ഇമാലത്തു സൂറ. കുബ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും അലിഫിനെ യായിലേക്ക് ചായ്ച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഓതിയതുപോലെ ഏകാര ദീർഘം കൊടുക്കുക. മലയാളത്തിലെ ഏകാര ദീർഘം എ എന്ന ശബ്ദം കൊടുക്കുക. ബൈനൽ അലിഫി വൽ യാഇ തമാമൻ. അതാണ് ഇവിടെ മജ്രേഹ എന്ന് ഇമാല കുബ്രയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ഇമാല സുഗ്റ ബൈനൽ അലിഫി വൽ യാ വലാകിന്ന ഇലൽ അലിഫി അഖറബ്. ഇപ്രകാരം തന്നെ, പക്ഷെ അത്ര തന്നെ ചായ്ക്കാതെ, ചരിവ് കൊടുക്കാതെ, അലിഫിനോട് സാമ്യമായ രൂപത്തിലുള്ള ഒരു ചെറിയ ഇമാലത്ത്, തഖ്ലീൽ എന്നും അത് സാങ്കേതികമായി അവർ അതിന് പേര് പറയുന്നു. റിവായത്ത് വർഷിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നതാണ്. തൗറാത്ത് എന്നത് അത്തൗര എന്നൊക്കെ അല്പ ചരിവോടുകൂടിയും റായിന് തർക്കീഖ് ചെയ്തുകൊണ്ടും അവർ ഓതുന്നു. ഇവിടെ അപ്പോൾ ഇമാല കുബ്ര അവർക്കില്ല, അവർക്ക് ഇമാല സുഗ്റയാണ്. ഇവിടെ നമ്മൾ ഇമാല കുബ്ര കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മജ്രേഹ എന്ന് അലിഫിനെ യായിലേക്ക് ചരിവ് കൊടുത്ത് ഉച്ചരിക്കുന്നതോടൊപ്പം ഇമാലത്തിന് അല്ലെങ്കിൽ ആ ഉച്ചാരണത്തിന് യായിനോട് സാമ്യമായ ശബ്ദത്തിന് അനുയോജ്യമായ ഹറക്കത്ത് റായിന് കൊടുക്കണം എന്നതാണ്. റായിന് അനുയോജ്യമായ ശബ്ദം കൊടുക്കുക. ഹറക്കത്തല്ല ഉദ്ദേശിക്കുന്നത്, അനുയോജ്യമായ ഒരു ശബ്ദം ഉദ്ദേശിക്കുന്നത് തർക്കീഖ് തഫ്ഖീമാണ്. അതായത് ഇവിടെ തഫ്ഖീം ചെയ്യാതെ മജ്റാഹ എന്ന് തഫ്ഖീം ചെയ്യേണ്ടിയിരുന്നതായ റായിനെ തർക്കീഖും കൂടി ചെയ്തുകൊണ്ട് മജ്രേഹ എന്ന് ഉച്ചരിക്കേണ്ടതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ
രണ്ട് രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മജ്റേഹ എന്ന പദത്തിൽ റായിനെ തർക്കീഖ് ചെയ്ത് ഇമാലത്ത് ചെയ്ത് ഉച്ചരിക്കുമ്പോൾ അതിനൊരു അടയാളം കൊടുത്തത് രണ്ട് രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒന്ന്, റായിൻ്റെ താഴെയായിട്ട് മദ്യം പൂർണ്ണമായും അടച്ച് പൂർത്തിയാക്കി, അല്ലെങ്കിൽ ഒരു അല്പം വലുപ്പത്തിലുള്ള ഒരു പുള്ളി പോലെ ഒരു ദായിറ, ഒരു പൂജ്യം കൊടുത്തതായി കാണാം. പൂജ്യം എന്ന് പറഞ്ഞാൽ ഉള്ളിലും അത് മായ്ച്ചു കൊണ്ടുള്ള മത്മൂസ, ദായിറ മത്മൂസത്തുൽ വസത്ത്, അങ്ങനെയുള്ളൊരു ദായിറ ഒരു പൂജ്യമായിട്ടോ ഔ ഷക്ല അൽ മുഅയ്യൻ, ഈ ദീർഘ ചതുരാകൃതിയിലുള്ള ഈ ഒരു ചിഹ്നമോ റായിന് ശേഷം, റായിന് താഴെ തഹ്ത റായി മഅ തജ്രീദിഹ മിനൽ ഫത്ഹ, ആ റായിനാണെങ്കിൽ ഫത്ഹത്ത് കൊടുക്കാതെ, അകാരം നൽകാതെ ഈ ഒരു അടയാളം മാത്രം കൊടുത്തുകൊണ്ട് ലിദ്ദലാലത്തി അലൽ ഇമാല ഫീഹ, അതിൽ ഇമാലത്ത് ചെയ്യണം എന്ന സൂചനയായിക്കൊണ്ട് ഈ രണ്ട് രൂപത്തിലും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രൂപത്തിലൊക്കെ എഴുത്ത് നടത്തിയ, അതായത് ഖുർആനെ അടയാളങ്ങൾ കൊടുത്ത് ലബ്ധ് ചെയ്തവർ കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ രൂപത്തിൽ ഇമാലത്ത് പൂർണ്ണമായും നൽകിക്കൊണ്ട് ഉച്ചരിക്കണമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇമാം ഹഫ്സിൻ്റെ ചില പ്രത്യേക പദങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ നാം സൂചിപ്പിച്ചതുപോലെ പല ഖിറാഅത്തുകളിലും അടിസ്ഥാനമായി തന്നെ ധാരാളം ഇമാലത്തുകളുണ്ട്. എല്ലാ മക്സൂറായതോ അല്ലെങ്കിൽ അലിഫ് യാ അസ്ലി ആയിട്ടുള്ള യാ അടിസ്ഥാനമായിട്ടുള്ള അലിഫുകളെ ഒക്കെയും തന്നെ ഇമാലത്ത് ചെയ്തുകൊണ്ടാണ് അവർ പാരായണം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു ഹഫ്സിൻ്റെ റിവായത്തിൽ ഈ ഒരു പദത്തിൽ മാത്രമാണ് ഇമാലത്ത് ചെയ്യുന്നത്. അതങ്ങനെയാണ് ആ റിവായത്തിൽ വന്നിട്ടുള്ളത്. നമ്മളും അങ്ങനെ തന്നെ പാരായണം ചെയ്യണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും.